എടാ ഹണി, നീ എന്തായി കാണിക്കുന്നത്? എന്റെ അപ്പച്ചി, രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നു. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ആരെങ്കിലും വരൂ, എന്നെ ഒന്ന് രക്ഷിക്ക്. കഴുതേ, എന്തിനെങ്ങനെ നിലവിളിക്കുന്നേ? ഇങ്ങനെ ചാടുമ്പോ എന്തുമാത്രം രസമുണ്ടെന്നറിയോ? ഞാൻ രക്ഷിക്കാം, സംശയമുണ്ടോ? ആരെങ്കിലും രക്ഷിക്ക്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഇങ്ങനെ ചാടുമ്പോ എന്താ രസം എന്നറിയോ? എന്തിനാ നിർത്തിയത്? വാ ചോർദാർ, വീണ്ടും തുടങ്ങാം. നീ വേണമെങ്കിൽ ചാടിക്കോ, ഞാൻ വരുന്നില്ല. അണി, നിന്റെ ഷൂ കീറിയിരിക്കാ. മേഡം ഇപ്പോഴല്ലേ മേടിച്ചെന്നത്, അതിനുള്ളിൽ കീറിയോ? ഒന്നും സൂക്ഷിച്ചു വെക്കാൻ അറിയില്ലേ നിനക്ക്? ഷൂസിനെ കൊണ്ടുവന്ന് അലമാരക്കകത്ത് സൂക്ഷിക്കാൻ പറ്റൂടാ കഴുതേ. നിക്കടാ, അവിടെ നിക്കടാ. എടാ, ആരെങ്കിലും ഒന്ന് പുറത്തെടുക്ക. ഞാൻ പുറത്തെടുക്കാം, സംശയമുണ്ടോ? എന്നെ തൊഴിക്കാറായി നീ. നിന്നെന്ന് ഞാൻ തോരൻ വെച്ച് തിന്നും. എടാ, ഞാൻ നിന്നെ സഹായിക്കായിരുന്നു, സംശയമുണ്ടോ? ഞാനെങ്ങനെ ഇത്രയും പൊക്കത്ത് ചാടിയത്? ഇതെന്തായാലും സംഭവം കൊള്ളാലോ. ഓ ഓ ഓ ഓ എവിടെ പോയത്? ആ യെല്ലോ കളർ ഫയൽ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. ആ ഫയൽ വളരെ അത്യാവശ്യമുള്ളതാണ്, വേഗം പോയി തപ്പിയെടുക്ക്. എക്സ്ക്യൂസ് മീ സർ, 2 ദിവസമായി എന്റെ ഷൂസ് കാണുന്നില്ല. എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം. ഈഷ്, ഷൂസോ? ഇതൊരു വലിയ സംഭവമാണോ? ഇതിനു വേണ്ടിയാണോ കംപ്ലൈന്റ് ചെയ്യാൻ വന്നത്? നാളെ നീ സ്റ്റേഷനിലേക്ക് വന്ന് കണ്ണട പോയെന്ന് കംപ്ലൈന്റ് ചെയ്യല്ലോ. സർ, അതൊരു സാധാരണ ഷൂസ് അല്ല. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഞാനൊരു സയന്റിഫിക് ഷൂസ് ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയ ഉടൻ തന്നെ എന്റെ ലാബിൽ നിന്ന് കാണാതെ പോയി. ഐ സി. ആ ഷൂസ് കാണാൻ എങ്ങനെയിരിക്കും? സർ, അത് യെല്ലോ കളറിൽ നീളമുള്ള ഷൂസ് ആയിരുന്നു. ഈഷ്, ഇത് കൊള്ളാലോ. എനിക്കാണെങ്കിൽ യെല്ലോ കളർ ഫയൽ കളഞ്ഞുപോയി, നിങ്ങൾക്കാണെങ്കിൽ യെല്ലോ കളർ ഷൂസും. എനിക്ക് തോന്നുന്നത് യെല്ലോ കളറിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാണ്. ഈഷ് സർ, ആ ഷൂസ് വളരെ അപകടകാരിയാ. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. തെറ്റായ വ്യക്തികളുടെ കയ്യിൽ പോയാൽ വലിയ പ്രശ്നമായി മാറും. ഷൂസ് കൊണ്ട് എന്ത് പ്രോബ്ലമാണ് വരാൻ പോകുന്നത്? അത് ധരിച്ചാൽ പറക്കാൻ കഴിയും, വേഗത്തിൽ ചലിക്കാനും കഴിയും. കള്ളന്മാർക്ക് കിട്ടിയാൽ അവർ ഈ പട്ടണം മുഴുവൻ കൊള്ളയടിച്ചു തീർക്കും. കോൺസ്റ്റബിൾ, ഇനി യെല്ലോ ഫയൽ അന്വേഷിക്കണ്ട, യെല്ലോ ഷൂസ് അന്വേഷിക്കാം. വേഗം വന്ന് നീ വണ്ടി എടുക്ക്. ഹണി, വേണ്ട.
ഹണി, നീ എന്തായി ചെയ്യുന്നത്? ഇത്രയും വേഗത്തിൽ എങ്ങനെ നിന്നെ കൊണ്ട് പിന്നോട്ട് നടക്കാൻ പറ്റുന്നേ? ഞാനല്ല നടന്നത്, ഷൂ ആണ് കൊച്ചളിയ. ഷൂസിനെ കൊണ്ട് തനിച്ച് നടക്കാൻ കഴിയോ? ഇവന്റെ തലയ്ക്ക് പ്രശ്നമുണ്ടെന്നാ തോന്നുന്നു. സംശയമുണ്ടോ? അല്ല, ഈ ഷൂസ് നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് പറ. പാർക്കിന്ന് ഈ ഷൂസ്. മിണ്ടരുത്, മിണ്ടി പോകരുത്. മിണ്ടാതെ വീട്ടിലേക്ക് നടക്ക്. ഷൂസിന്റെ ലേസ് അഴിഞ്ഞു പോയിരിക്കാണ്. അത് എത്രയും പെട്ടെന്ന് കെട്ട്, അല്ലെങ്കിൽ താഴെ വീഴും. ഉം, ഉം. ഉം, ഉം. ഈഷ്, ഇത് നമ്മുടെ ഹണിയെ പോലെ ഉണ്ടല്ലോ. അവനെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ നടന്നു പോവാൻ പറ്റുന്നു? രക്ഷിക്കണേ, രക്ഷിക്കണേ. അത് ശരി. ഈഷ്, യെല്ലോ ഷൂസ് ഇവന്റെ പക്കലാണുള്ളത്. കോൺസ്റ്റബിൾ, അവനെ വേഗം താഴേക്ക് കൊണ്ടുപോവാ. സാർ, ഇദ്ദേഹം കോൺസ്റ്റബിളാ, അല്ലാതെ സ്പൈഡർമാൻ അല്ല. അവൻ അവിടെ കിടന്ന് കളിച്ചോട്ടെ. എന്നാൽ ഇവന്മാരെ പൊക്കി അകത്തിട്ട് കഴിഞ്ഞാൽ അവൻ താനെ സ്റ്റേഷനിലേക്ക് വരും. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇവൻ ഷൂസ് മോഷ്ടിച്ചിരിക്കുകയാണ്. ഇതിട്ടുകൊണ്ട് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും, എത്ര ഉയരത്തിലൂടെയും നടക്കാൻ കഴിയും. ഓ, അതാണ് ഇവനിങ്ങനെ നടക്കാൻ കഴിയുന്നല്ലേ? നിന്നെയൊക്കെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ അവൻ താനെ താഴെ വന്നോളും. വേണ്ട, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. സംശയമുണ്ടോ? പോപ്പട്ടെ, എന്നെ ഒന്ന് രക്ഷിക്ക്. ഈ ഷൂസ് ഒന്ന് വേഗം അഴിക്ക്. എടാ കഴുതേ, ഷൂസ് അഴിച്ചാലുണ്ടല്ലോ നീ മൂക്കും കുത്തി നേരെ താഴേക്ക് പോരും. എനിക്ക് താഴേക്ക് തന്നെയാ പോകേണ്ടത്. കഴുതേ, ഇവിടുന്ന് നീ താഴേക്ക് വീണ നേരെ മുകളിലേക്ക് തന്നെ പോകേണ്ടി വരും. എങ്ങനെ നീ ഇത്ര ഉയരത്തിലേക്ക് വന്നു പറ? ഹേയ്, ഈ ഭിത്തിയിലൂടെ കയറിയ. അത് ഞാൻ കണ്ടതാടാ കഴുതേ. ഈ ഷൂസിന് നീ എന്ത് ചെയ്തു പറ? ലേസ് ഞാൻ കെട്ടി, അത്രേ ഉള്ളൂ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഷൂസ് മോഷ്ടിച്ചു അല്ലേ നീ? ആ, ഇല്ല, എനിക്ക് ആ ഷൂസ് മരത്തിന്റെ പുറകിൽ നിന്ന് കിട്ടിയതാ. ആ, ഒന്നും കേക്കണ്ട. യേഷ്, നീ തന്നെയാണ് കള്ളൻ. കാരണം ഷൂസ് നിന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. സാർ, ഞങ്ങൾ എപ്പോഴും കള്ളന്മാരെ പിടിച്ചു കൊടുത്ത് പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്നവരാ. പിന്നെ ഞങ്ങൾ എങ്ങനെ മോഷ്ടിക്കും? സാർ, യഥാർത്ഥ കള്ളൻ വേറെ ആരാണോ സാർ? ഞങ്ങൾ അവന്മാരെ എങ്ങനെയും പിടിക്കും സാർ. ഏ? ഓ, എങ്ങനെ? എനിക്ക് പിടിക്കാൻ പറ്റാത്തൊരു കള്ളനെ നിങ്ങളെ കൊണ്ട് എങ്ങനെ പിടിക്കാൻ സാധിക്കും? ബണ്ണി തീർച്ചയായിട്ടും പിടിക്കും. അവന്റെ തലയിൽ നിറച്ചും ബുദ്ധിയാ. ഈഷ്, അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്റെ തലയ്ക്കകത്ത് ബുദ്ധിയില്ല എന്നല്ലേ? എവന്റെ തലയ്ക്കാണ് ബുദ്ധി ഇല്ലാത്തത്. സാർ, ഇവൻ പറയുന്നത് ഒന്നും കേൾക്കരുത്. ബനി പറയുന്നത് കേൾക്ക്. പറയൂ. സാർ, സാർ മീഡിയയിൽ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി. പോലീസിന്റെ കൈവശം ആ സയന്റിഫിക് ഷൂ ഉണ്ടെന്ന്. തിന്നാനായിട്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ? ഈഷ്, വേണമെങ്കിൽ ഉപ്പുമുളകും കൂട്ടി എന്നെ അങ്ങോട്ട് തിന്ന്. 2 മണിക്കൂറായി നിങ്ങളെല്ലാരും കൂടി എവിടെ ഇരുന്ന് കേറ്റിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കും. ഈഷ്, നിങ്ങൾ പിക്നിക്കിന് വേണ്ടി വന്നതല്ല, കള്ളനെ പിടിക്കാനായിട്ട് വന്നതാണ്. അതൊക്കെ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇൻസ്പെക്ടർ നിങ്ങളല്ലേ? ഈഷ്, നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? കള്ളനെ പിടിച്ചു തരാമെന്നല്ലേ? പക്ഷെ ഞങ്ങള് ഏത് കള്ളനെ പിടിച്ചു തരേണ്ടത്? ഈഷ്, ആ ഷൂ കള്ളൻ, ഷൂ കള്ളൻ. ഹലോ, ഞാൻ MG റോഡ് ഇൻസ്പെക്ടർ കാലിയയാണ്. സർ, എനിക്ക് യെല്ലോ ഷൂസ് വേണം. അത് രാജ്യത്തിന്റെ സ്വത്താണ്. അത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഈഷ്, തീർച്ചയായും സർ. കോൺസ്റ്റബിൾ, ആ ഷൂസ് എടുത്ത് സാറിന്റെ കൈ കൊടുക്ക്. സാർ, ആ ഷൂ സാർ എടുത്തോണ്ട് പോയി നന്നായിട്ടൊന്ന് പുഴുങ്ങി തിന്ന്. ആ, ഈഷ്, ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയില്ലേ നിനക്ക്? ഇദ്ദേഹം ഇൻസ്പെക്ടറാണ്. വാവ്, ഞങ്ങൾ ഇതുവരെ ഇൻസ്പെക്ടറിനെ തല്ലിയിട്ടില്ല. വാ തുടങ്ങാം. ഈഷ്, നിർത്ത്, അല്ലെങ്കിൽ എന്റെ പണി പോകും. ഈഷ്, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലടാ. കാലിയെ കൊണ്ട് നിങ്ങൾ തല്ലിയല്ലേ? ഈഷ്, ഗുണ്ടയോ? ഇവനാണ് കള്ളൻ സാർ, പിടിക്കുവനെ. ആ ഷൂസും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഈഷ്, 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 ഓ, എന്റെ പണി തീർന്നു. ഉന്നം തെറ്റിപ്പോയതാണ് സാർ.
താങ്ക് യു. പക്ഷെ ബണ്ണി, ഇയാളാണ് കള്ളൻ എന്ന കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? കാരണം അയാൾ ഇൻസ്പെക്ടർ അല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. അറിയാമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാ നിങ്ങൾ അയാളുടെ യൂണിഫോം ആണ് നോക്കിയത്, ഞാൻ നോക്കിയത് ഷൂവാ. യൂണിഫോമിന്റെ കൂടെ സ്പോർട്സ് ഷൂ ഒരു ഇൻസ്പെക്ടറും ധരിക്കാറില്ല. ഈഷ്, ബണ്ണി, നിന്റെ ശരീരം മുഴുവൻ ബുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താ അപ്പൊ അങ്ങേക്ക് ഇല്ലേ? കുറച്ചു മുമ്പേ ഞാൻ ബുദ്ധിയില്ലെന്ന് പറഞ്ഞപ്പോ സാർ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഈഷ്, ഇവനെ ഇവിടുന്ന് കൊണ്ടുപോ, അല്ലെങ്കിൽ എനിക്ക് വട്ട് പിടിക്കും. പക്ഷെ വട്ട് പിടിക്കണമെങ്കിൽ തലക്കകത്ത് കുറച്ചെങ്കിലും ബുദ്ധി വേണമല്ലോ. ഈഷ്, ഐ.